വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല ചീസി ആയിട്ടുള്ള രണ്ട് സ്നാക്സ് ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരേ മസാല വെച്ചിട്ട് രണ്ട് രീതിയിലായിട്ട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ചീസ് ബോളും ചിക്കൻ ചീസ് റോളും ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ കീമയാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്താലും മതി. അപ്പോൾ ഈ ഒരു റമദാനിന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 350 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്തുള്ള മിക്സിൻ്റെ ജാറ് ചെറുതായതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇനി വെളുത്തുള്ളീൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു മാഗി ക്യൂബ്, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സവാളേൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്ലൈസ് വൈറ്റ് ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആ മസാലകളൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ചിക്കൻ ചീസ് ബോളാണ്. അതിന് വേണ്ടിയിട്ട് ഈ മസാലയിൽ നിന്ന് കുറച്ച് എടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് അത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മളിത് എടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയൊരു പീസ് മൊസറല്ല ചീസ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തതാണ്. ഇനി അതിനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അതിനൊന്ന് മടക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബോൾ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കുക. അപ്പം ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചെറുത് മതിയെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ അകത്ത് മൊസറല്ല ചീസൊക്കെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. ഇനിയിപ്പോൾ വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പം നിങ്ങളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, തീരെ നൈസായിട്ട് ഉരുട്ടിയെടുക്കരുത് കേട്ടോ. അപ്പം ഈ ഒരു ചീസ് പുറത്തേക്ക് പൊട്ടി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം അധികം കട്ടിയുമല്ല, എന്നാൽ തീരെ നൈസും അല്ലാത്ത രീതിയിൽ വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ശേഷം ഒരു കോഴിമുട്ട ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ബാക്കിയുള്ള ബോൾസും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇതൊന്ന് പരത്തിയെടുക്കാൻ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ചീസൊക്കെ പൊട്ടിയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കവർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു ചീസ് ബോളും ചീസ് റോളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, നമുക്ക് ദിവസം സ്നാക്സ് ഉണ്ടാക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ചീസ് റോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഇതുപോലുള്ള ചീസിൻ്റെ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം അതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു കവറിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ സെയിം മസാല തന്നെയാണ് കേട്ടോ.
നേരത്തെ നമ്മൾ ചെയ്തെടുത്തത് ചിക്കൻ ചീസ് ബോളാണ്. ഇത് നമ്മൾ ചിക്കൻ ചീസ് റോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ചീസ് ബോളും ചിക്കൻ ചീസ് റോളും ഈ ഒരു ചിക്കന് വേവിച്ചെടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചിക്കൻ വേവിച്ചെടുത്ത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്യുന്നതിനായിട്ട് കുറച്ചും കൂടി ഒന്ന് അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ടും റോളാക്കിയിട്ടൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേവിക്കാതെ ഈ ഒരു ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ചെയ്തു നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ ആ ഒരു സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ, റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അത് റോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ച് റോൾ ചെയ്തെടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമ്മൾ പരത്തിയെടുക്കുമ്പം നൈസായിട്ട് പരത്തിയെടുക്കാതെ നിൽക്കുക കേട്ടോ. കുറച്ചൊരു കട്ടിയിൽ, എന്നാൽ ഒരുപാട് കട്ടിയും പാടില്ല. ആ ഒരു രീതിയിൽ വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് പൊട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു ചീസൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് പരത്തിയെടുത്ത സമയത്ത് ചെറുതായിട്ട് ഒന്ന് നൈസായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം ആ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതാ ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. നമുക്ക് ശരിക്കും ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റി ചിക്കനൊക്കെ വേവിച്ചെടുത്ത് എന്നിട്ട് വേണ്ട നമുക്കിതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റും വ്യത്യാസമാണ്. ഈ ഒരു സ്നാക്സ് ഐറ്റം കാണുന്ന സമയത്ത് ചിലരെങ്കിലും വിചാരിക്കും ഇത് വേവിക്കാത്ത ചിക്കൻ അല്ലേ, ഇതെങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെന്ത് കിട്ടുമോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം, ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ കുറേ മുന്നേ. പക്ഷേ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ചിക്കനൊക്കെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യേ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടൂല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് നേരം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലുള്ള ആ ഒരു ചിക്കനൊക്കെ ആ ഒരു റബ്ബർ പോലെ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ സാധാ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് നല്ലോണം തന്നെ ഉരുട്ടിയൊക്കെ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ചീസൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള, ഉള്ളിൽ നല്ല ചീസി ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇനി ഈ ഒരു ചീസ് ബോളിൻ്റെ അകത്ത് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ചീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് അതുപോലെ കുറച്ച് വെച്ച് കൊടുക്കണം എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ആ ഒരു ചീസൊക്കെ ഇങ്ങനെ നല്ല മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചീസ് റോൾ റെഡി ആക്കിയിട്ടെടുക്കുക. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതും ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ ചീസിയും ആയിട്ടുള്ള ചിക്കൻ ചീസ് റോളും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് ചീസ് പുറത്തേക്ക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ റോൾ ഉണ്ടാക്കുന്ന സമയത്താണ് പൊട്ടി വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളിൽ നല്ല ചീസി ആയിട്ടാണ് കേട്ടോ, പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പം ഈ ഒരു 2 ഐറ്റം സ്നാക്സും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല എരിവുള്ള ചട്നീൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.